ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നാവിൽ കൊതിയൂറുന്ന ഒരു മീൻ കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. തേങ്ങയോ തേങ്ങാപ്പാലോ ഉപയോഗിക്കാതെയാണ് ഈ കറി വെച്ചിരിക്കുന്നത്. കണ്ടാൽ നാവിൽ വെള്ളം ഊറുന്ന ഒരു കറിയാണിത്. ചോറിൻ്റെ കൂടെയും പുട്ട് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. തനി നാടൻ മീൻകറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് ഒന്ന് ചൂടാക്കാം. വേപ്പില എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1.5 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് 4-5 പച്ചമുളക് എരിവിനുള്ളത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഈ കറിക്ക് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഇനി 1/2 കപ്പ് അളവിൽ വട്ടത്തിലരിഞ്ഞ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ നാടൻ മുളക് പൊടി ചേർത്താൽ മതിയാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ നാടൻ വറ്റൽമുളക് ചതച്ചതും ചേർക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഫ്രൈ ചെയ്യാം. പൊടികൾ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം വേണമെന്നില്ല, എന്നാലും ഒരുവിധം നല്ല ചൂടുള്ള വെള്ളം ചേർക്കുക. എന്നിട്ട് ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ മൂടി വെച്ച് ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. ഈ മസാലയെല്ലാം നല്ലതുപോലെ കുക്കായി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഒരു 4 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചത്. ഇപ്പോൾ ഈ ഗ്രേവി നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ അയലയാണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം അയലയാണ് ക്ലീൻ ചെയ്ത് 2ആയി കട്ട് ചെയ്തത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വിനാഗിരി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചട്ടി പിടിച്ച് അനക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ ഗ്രേവിയൊക്കെ ഈ കഷ്ണങ്ങളുടെ പുറത്തേക്ക് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഗ്രേവി നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. മീനിന് അധികം വേവില്ലാത്തതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. കൂടുതൽ വേവിച്ച് കളഞ്ഞാൽ ഈ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും വിനാഗിരിയും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കൊതിപ്പിക്കുന്ന കറിയാണ് കേട്ടോ ഇത്. അയലയിൽ മാത്രമല്ല, മത്തിയിലും കരിമീൻ അതുപോലെ കണമ്പ് എന്നൊക്കെ പറഞ്ഞ മീനിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള അയല കറി റെഡി ആയിട്ടുണ്ട്. കറി കാണുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് തോന്നും. ഗ്രേവിയാണ് സൂപ്പർ കേട്ടോ. ഈ കറി ഉണ്ടെങ്കിൽ ചോറ് എത്ര വേണേലും കഴിക്കാം. അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ തേങ്ങയും തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത ഈ മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.